ഹായ് ഓൾ, നമ്മൾ DCS1-ൻ്റെ 5th മൊഡ്യൂളിലേക്ക് കയറുകയാണ്. ഇതാണ് സിലബസ്. അപ്പോൾ ഇതിൽ കവറാവുന്നത് 2-way സ്ലാബ്സും അതിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയാണ് വരുന്നത്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ നമുക്ക് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി നോക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലാബിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, one of the very important aspect of the design of any type of structure is its serviceability. ഓക്കെ, അപ്പം ഡിസൈൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് സർവീസബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഇപ്പോൾ ലോഡ് കാരണം ഫെയിൽ ആവുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിലൂടെയാണ്, അല്ലേ? ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് വെച്ചിട്ടാണ് നമ്മൾ അത് ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഓക്കെ, എന്നാൽ സർവീസബിലിറ്റീൻ്റെ ലിമിറ്റ് സ്റ്റേറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ ആവുന്നില്ല, എന്നാൽ ആ ഒരു സ്ട്രക്ചർ അൺസർവീസബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് അല്ലാതാവും. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കാം. ഇഫ് എ സ്ട്രക്ചർ ഈസ് സ്ട്രോങ് ഇനഫ് ടു സപ്പോർട്ട് ദ ലോഡ്സ് ബട്ട് ഷോസ് എക്സസീവ് ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ് ലീഡിങ് ടു അൺസർവീസബിൾ കണ്ടീഷൻസ് ദെൻ ഇറ്റ് ബിക്കംസ് ഫങ്ഷൻലെസ് ആൻഡ് ഓഫ് നോ യൂസ്. അതായത് ഇപ്പം ഒരു സ്ട്രക്ചർ ലോഡ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ, ഓക്കെ, അല്ലെങ്കിൽ ആ ലോഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സ്ട്രോങ് ആണെങ്കിൽ, ഓക്കെ, എന്നാൽ അതിൽ കൂടുതലായിട്ട് ഡിഫ്ലക്ഷൻസും അതുപോലെ തന്നെ ക്രാക്കിങ്ങും വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺസർവീസബിൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകും. അതിൻ്റെ ആ ഒരു പ്രോപ്പർ ഫങ്ഷൻ ആ ഒരു സ്ട്രക്ചർ തരില്ല. സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദർ ഷുഡ് നോട്ട് ബി എനി എക്സസീവ് ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ് അറ്റ് സർവീസ് ലോഡ്സ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി എന്താണ് ഉറപ്പ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ, അതായത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ അതിൻ്റെ ലൈഫ് ടൈമിൽ ഒരു കാരണവശാലും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ക്രാക്ക് വിഡ്ത്തും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ്റെ കേസിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റിനെ ക്രോസ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക ചെയ്യുന്നത്. ഓക്കെ, അതായത് എക്സസീവായിട്ട്, അതായത് ആ ലിമിറ്റിനേക്കാൾ അധികമായിട്ട് ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ക്രാക്കിംഗ്, അതായത് ക്രാക്ക് വിഡ്ത്തും ഫോം ആവുന്നില്ല, അതായത് ആ സ്ട്രക്ചറിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിൻ്റെ കൂടെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയും കൂടി നമ്മൾ കൺഫേം ചെയ്യുകയാണെങ്കിൽ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ ഇൻറ്റൻഡഡ് ലൈഫ് ടൈമിൽ അത് എക്സസീവായിട്ടുള്ള ക്രാക്കിങ്ങും അതുപോലെ തന്നെ ഡിഫ്ലക്ഷനും വരാതെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് അതിൻ്റെ പ്രോപ്പർ ഫങ്ഷൻ ആ ബിൽഡിങ്ങിന് ലൈഫ് ടൈമിൽ പ്രോപ്പർ ഫങ്ഷനിങ് നമുക്ക് ലഭിക്കും. ഓക്കെ, അതായത് അതെന്തിനു വേണ്ടിയിട്ടാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പരിപൂർണതയിൽ നമുക്ക് ആ ഒരു സ്ട്രക്ചർ ലഭിക്കും. ഓക്കെ, the limit state of serviceability is applicable at service loads, unlike limit state of collapse which is applicable at ultimate loads. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി എന്ന് പറയുന്നത് സർവീസ് ലോഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് വർക്കിംഗ് കണ്ടീഷനിലാണ് ക്രാക്ക് വിഡ്ത്തും അതുപോലെ തന്നെ അല്ലെങ്കിൽ ക്രാക്സും ഡിഫ്ലക്ഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സർവീസ് ലോഡ്സിന് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രാക്സും ഇതും ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വർക്കിംഗ് ലോഡ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഫാക്ടറി ചെയ്തിട്ടുള്ള ലോഡാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ ആ സ്ട്രക്ചറിൻ്റെ ലൈഫ് ടൈമിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ലോഡ് വരാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് ഒറിജിനലി വരുന്ന ലോഡിനെ നമ്മൾ എന്ത് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഡിസൈൻ ലോഡാക്കി എടുത്തിട്ടുള്ളത്. എന്നാൽ ആ സ്ട്രക്ചറിൻ്റെ ലൈഫ് ടൈമിൽ ആ നമ്മൾ ഫാക്ടറി ചെയ്ത് എടുത്തിട്ടുള്ള ആ ഡിസൈൻ ലോഡ് വരണം എന്നില്ല. ഓക്കെ, ശരിക്കും അത് എത്രയാണോ നമ്മൾ ശരിക്കും എടുത്തിട്ടുള്ള ആ ലോഡ്, ഫാക്ടറി ചെയ്യാതെയുള്ള ലോഡ്, അതാണ് ശരിക്കും ആ ഒരു സ്ട്രക്ചറിൽ അതിൻ്റെ ലൈഫ് ടൈമിൽ വരാവുന്ന ലോഡ്. അപ്പോൾ ഡിഫ്ലക്ഷനും ക്രാക്ക് വിഡ്ത്തും വരുന്നത് ആക്ച്വലി അതിൽ വരുന്ന ലോഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, കാരണം ഡിസൈൻ ലോഡ് ഒരിക്കലും അവിടെ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം വർക്കിംഗ് ലോഡ്സിലാണ് ഡിഫ്ലക്ഷനും ക്രാക്സൊക്കെ ഫോം ആവുന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി നമ്മൾ ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സർവീസ് ലോഡ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക.
ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിൽ അതായത് നമ്മൾ സ്ട്രക്ചർ ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ ലോഡ്സ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ്സ് കൺസിഡർ ചെയ്യുന്നത് പോലെ ഇവിടെ വർക്കിംഗ് ലോഡ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. Okay, therefore limit state of serviceability is determined on the basis of elastic analysis or working stress method. അപ്പോൾ ഇവിടെ വർക്കിംഗ് ലോഡ്സ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് അവിടെ ശരിക്കും വരുന്ന വർക്കിംഗ് ലോഡ്സ് വെച്ച് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ലിമിറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആവുന്ന കാര്യങ്ങൾ ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ആണ്, ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിംഗ്, ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തും. അതുപോലെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിംഗ് ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ ഒരു ക്രാക്ക് വിടുത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും ക്രാക്ക് വിടുത്ത് കൂടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തും. അതേപോലെ വൈബ്രേഷൻ്റെ കേസാണെങ്കിൽ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ്, പ്രത്യേകിച്ച് എർത്ത് ബേസ്ഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരുന്നതാണ്. അതായത് അതിൻ്റെ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിനേക്കാളും കൂടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റീൻ്റെ. ഓക്കെ, ആദ്യം നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കോഡിൽ IS 456/2000 ക്ലോസ് 23.2 കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ അതിനെ കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയതായിരുന്നു, അപ്പോൾ ഞാനൊന്നും കൂടി അത് പറയാം. കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ: ദ ഡിഫ്ലക്ഷൻ ഓഫ് എ സ്ട്രക്ചർ ഓർ പാർട്ട് thereof shall not adversely affect the appearance or efficiency of the structure or finishes or partition. The deflection shall generally be limited to the following. ഓക്കെ, അപ്പം ഡിഫ്ലക്ഷൻ താഴെ പറയുന്ന 2 ക്രൈറ്റീരിയ പ്രകാരം ലിമിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഫൈനൽ ഡിഫ്ലക്ഷൻ, എല്ലാ ലോഡ്സും ഉൾപ്പെടുത്തിയുള്ള ഫൈനൽ ഡിഫ്ലക്ഷൻ, ടെമ്പറേച്ചറും ക്രീപ്പും ഷ്രിങ്കേജ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു സ്ട്രക്ചറിൽ വരാവുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ഡിവൈഡ് ബൈ 250 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ഉറപ്പ് വരുത്തണം. രണ്ടാമത്തെ, ഡിഫ്ലക്ഷൻ ഇൻക്ലൂഡിങ് ദ എഫക്ട്സ് ഓഫ് ടെമ്പറേച്ചർ, ക്രീപ്പ്, ഷ്രിങ്കേജ്. അപ്പോൾ ക്രീപ്പും ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഷ്രിങ്കേജ് എല്ലാം കാരണം വരുന്ന ഡിഫ്ലക്ഷൻ പാർട്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം, ടെമ്പറേച്ചർ, ക്രീപ്പ്, ഷ്രിങ്കേജ് കാരണം വരുന്ന ഡിഫ്ലക്ഷൻ ഒരു കാരണവശാലും സ്പാൻ ഡിവൈഡ് ബൈ 350 അല്ലെങ്കിൽ 20 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേതാണോ ചെറുത് ആ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല. അതായത് സ്പാൻ ഡിവൈഡ് ബൈ 350 അല്ലെങ്കിൽ 20 mm ഇതിലേതാണോ ചെറുത് ആ വാല്യൂവിനേക്കാളും ഡിഫ്ലക്ഷൻ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഓക്കെ, ഒന്ന് ഫൈനൽ ഡിഫ്ലക്ഷൻ, രണ്ടാമത്തത് ഡിഫ്ലക്ഷൻ ഇൻക്ലൂഡിങ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ക്രീപ്പ്, ഷ്രിങ്കേജ് ഒക്കറിങ് ആഫ്റ്റർ ഇറക്ഷൻസ് ഓഫ് പാർട്ടീഷൻസ് ആൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫിനിഷസ്. അപ്പോൾ ഫിനിഷിംഗ് ലോഡ്സും അതുപോലെ തന്നെ പാർട്ടീഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഉള്ള ഡിഫ്ലക്ഷൻ സ്പാൻ ഡിവൈഡ് ബൈ 350 കൂടാൻ പാടില്ല അല്ലെങ്കിൽ 20 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ആക്ച്വൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ ആക്ച്വൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസൈൻ ചെയ്ത സമയത്ത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചിട്ട് എടുക്കുമായിരുന്നു അല്ലേ. അതായത് ഇപ്പം സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ ആണെങ്കിൽ L/D റേഷ്യോ 20 കൂടാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു, കൂടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തി. അതുപോലെ തന്നെ കാൻഡിലിവറിൻ്റെ കേസാണെങ്കിൽ L/D റേഷ്യോ എന്നുള്ളത് 7 കൂടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തി. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ കോഡിൽ പറയുന്ന സാറ്റിസ്ഫൈ ചെയ്തിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ ആക്ച്വൽ ഡിഫ്ലക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്ട്രക്ചറിൽ വരാവുന്ന ആക്ച്വൽ ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആക്ച്വൽ വരുന്ന ഡിഫ്ലക്ഷൻ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മുന്നേ നോക്കിയത്. സ്പാൻ ഡിവൈഡ് ബൈ 250 എല്ലാ ലോഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഫ്ലക്ഷൻ സ്പാൻ ഡിവൈഡ് ബൈ 250 കൂടാൻ പാടില്ല എന്നും ക്രീപ്പ്, ടെമ്പറേച്ചർ, ഷ്രിങ്കേജ് എഫക്ട്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഓക്കെ, അതുപോലെ തന്നെ പാർട്ടീഷൻസും അതുപോലെ തന്നെ ഫിനിഷിംഗ് ലോഡൊക്കെ കൺസിഡർ ചെയ്തിട്ട് വരുന്ന റിഫ്ലക്ഷൻ സ്പാൻ ഡിവൈഡ് ബൈ 350 അല്ലെങ്കിൽ 20 mm കൂടാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. അത് ആക്ച്വൽ ഡിഫ്ലക്ഷനാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. The method given in Annex C of IS 456/2000 is to be used in calculation of exact deflection value. അപ്പോൾ Annex Cയിൽ
ഓക്കെ, IS 456 അനക്സ് സി എന്ന് പറയുന്ന സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഡിഫ്ലക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഓക്കെ, ദ മെത്തേഡ് ഗിവൺ ഇൻ അനക്സ് സി ഓഫ് IS 456-2000 ഈസ് ടു ബി യൂസ്ഡ് ഇൻ കാൽക്കുലേഷൻ ഓഫ് എക്സാക്ട് ഡിഫ്ലക്ഷൻ വാല്യൂ. ആസ് പെർ ദിസ് സെക്ഷൻ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ സെക്ഷനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ബീമിൽ വരുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ്റെയും ലോങ് ടേം ഡിഫ്ലക്ഷൻ്റെയും സം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിലേക്ക് വരുന്ന ലോഡ് വരുമ്പം അതിലുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ. ആ ലോഡ് ആക്ട് ചെയ്യുമ്പം ആ ഒരു ടൈം, ആ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കൊണ്ടും സ്ട്രിങ്കേജിൻ്റെ എഫക്ട്സ് കൊണ്ടും ക്രീപ്പിൻ്റെ എഫക്ട്സ് ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസാണ് ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആക്ച്വൽ ലോഡിങ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ പ്ലസ് ലോങ് ടേം ഡിഫ്ലക്ഷൻ, അതായത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ലോങ് ടേം ഡിഫ്ലക്ഷൻ ആയിരിക്കും ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു ബീമിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ലോങ് ടേം ഡിഫ്ലക്ഷൻ ഈസ് ദ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ്. അപ്പോൾ ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ക്രീപ്പും ഷ്രിങ്കേജും ഒക്കെ കാരണം വരുന്ന ഡിഫ്ലക്ഷനാണ്. ഓക്കെ, ഡെൽറ്റ ഈക്വൽ ടു AI പെർമനൻറ്റ് പ്ലസ് ACS പ്ലസ് ACC പെർമനൻറ്റ്. ഓക്കെ, ഇതാണ് ടോട്ടൽ ഡിഫ്ലക്ഷൻ. അതിൽ AI പെർമനൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷനാണ്, ആക്ച്വൽ ലോഡിങ് കാരണം വരുന്ന ഷോർട്ട് ടേം ഡിഫ്ലക്ഷനാണ് AI പെർമനൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങളെ കോഡിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ടേം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പ്ലസ് ACS എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് ആണ്. പ്ലസ് ACC. ഓക്കെ, ACC എന്ന് പറയുന്നത് ക്രീപ്പ് കാരണമുള്ള, ACC പെർമനൻറ്റ് എന്ന് പറയുന്നത് ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷനാണ്. ഓക്കെ, അപ്പോൾ AI പെർമനൻറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ടേം ഡിഫ്ലക്ഷനും ACS പ്ലസ് ACC പെർമനൻറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഡിഫ്ലക്ഷനുമാണ്. ഓക്കെ, ACS ഷ്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷൻ, ACC ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷൻ. വേർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിഫ്ലക്ഷൻ, AI പെർമനൻറ്റ് ഈസ് ഈക്വൽ ടു ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ അണ്ടർ സർവീസ് ഓർ വർക്കിംഗ് ലോഡ്സ് യൂസിങ് സിമ്പിൾ ഇലാസ്റ്റിക് അനാലിസിസ്. അപ്പോൾ AI പെർമനൻറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ അണ്ടർ സർവീസ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ്സ്, ആക്ച്വലി അതിൽ വരുന്ന ലോഡ് വെച്ചിട്ടുള്ള ഡിഫ്ലക്ഷനാണ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ, അതായത് ഫാക്ടർ ചെയ്യാത്ത ലോഡ് വെച്ചിട്ടുള്ള ഡിഫ്ലക്ഷൻ. ഓക്കെ, ലോഡ്സ് യൂസിങ് സിമ്പിൾ ഇലാസ്റ്റിക് അനാലിസിസ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സിമ്പിൾ ഇലാസ്റ്റിക് അനാലിസിസ് വെച്ചിട്ടാണ്. ഓക്കെ, സിമ്പിൾ ഇലാസ്റ്റിക് അനാലിസിസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് MOSൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെയിം ഇക്വേഷൻസ് തന്നെ നമുക്കിവിടെ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ACS is equal to long term deflection due to shrinkage. ACC permanent equal to long term deflection due to creep. ഓക്കെ, ഇനി ആദ്യം നമുക്ക് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ AI പെർമനൻറ്റ്. ഓക്കെ, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ഈസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ വിച്ച് occur immediately after structure is loaded and it is calculated by simple elastic analysis of the structure assuming the reinforced concrete member to be elastic. അപ്പോൾ ഇലാസ്റ്റിക് അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ നമ്മൾ ലോഡിങ് കൊടുത്ത ഉടനെ തന്നെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ്. ഓക്കെ, സം ഫോർമുലാസ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ആൻഡ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ആർ ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ. അപ്പം മാക്സിമം ഡിഫ്ലക്ഷൻ, അതായത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻസും. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമുക്കൊന്നും കൂടി അത് ബ്രഷപ്പ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസ്, ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എക്സാക്ട്ലി അറ്റ് ദ സെൻറ്ററിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അവിടെ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് WL3/48 EI എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ WL/4 എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം L സ്പാൻ വരുന്ന ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ W പെർ മീറ്റർ എന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5WL⁻⁴/384 EI എന്നാണ്. അപ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ ഈക്വേഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, നോർമലി ഉള്ള ബീമിൽ വരുന്നതൊക്കെ UDL ആണ്. അപ്പം 5WL⁻⁴/384 EI എന്നുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ അധികവും യൂസ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, WL²/8. മൂന്നാമത്തെ കേസ്
ഒരു ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഫ്രീയും ആയിട്ടുള്ള ബീം, അതായത് കാൻഡിലിവർ ബീമിൽ അതിൻ്റെ ഫ്രീ എൻഡിൽ W എന്ന് പറയുന്ന പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ ഇക്വേഷനാണ് WL3/3EI എന്നുള്ളതാണ്. അതുപോലെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W×L, അത് ഫിക്സ്ഡ് എൻഡിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. ഇനി അടുത്ത ഫോർത്ത് കേസ്, ഒരു ഫിക്സ്ഡ് ബീമിൽ കാൻഡിലിവർ ബീമിൽ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുമ്പോൾ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുമ്പോൾ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷനാണ് അത് WL⁴/8EI ആണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ WL²/2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതായത് എന്ന് പറയുന്നത് EC ആണ്. EC എന്ന് പറയുന്നത് ആ ഷോർട്ട് ടേം കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. IS കോഡ് റെക്കമെൻഡേഷൻസ്. അപ്പം കോഡിൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് അനക്സ് സിയിലാണ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇക്വേഷൻസ് നോക്കി, ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ നമ്മൾ നോക്കി. ഇനി അത് വെച്ചിട്ട് അതിൻ്റെ ഓരോ ടേംസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ലോങ് ടേം ഡിഫ്ലക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു അനക്സ് സീനെ ബേസ് ചെയ്തിട്ട് IS 456/2000 അനക്സ് സീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. C1 ടോട്ടൽ ഡിഫ്ലക്ഷൻ. അനക്സ് സിയിലെ C1 എന്ന് പറയുന്ന ക്രൈറ്റീരിയയിൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ C1.1 ദ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഷാൽ ബി ടേക്കൺ ആസ് ദ സം ഓഫ് the short term deflection determined in accordance with C2 and the long term deflection in accordance with C3 and C4. അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് C2-ന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് C3-ൽ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് പ്ലസ് C4-ന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ്. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ലോങ് ടേം ഡിഫ്ലക്ഷനാണ് ടോട്ടൽ ഡിഫ്ലക്ഷൻ. അതാണ് ഇവിടെ കോഡിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇനി C2 ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ. എല്ലാവരും കോഡ് എടുത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. C2 ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ. അപ്പോൾ C2.1-ൽ ദ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ മേ ബി കാൽക്കുലേറ്റഡ് ബൈ യൂഷ്വൽ മെത്തേഡ്സ് ഫോർ ഇലാസ്റ്റിക് ഡിഫ്ലക്ഷൻസ് യൂസിങ് ദ ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്, that is EC, and an effective moment of inertia I effective given by the following equation. അപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ നമുക്ക് യൂഷ്വൽ മെത്തേഡ്, അതായത് നമ്മളിപ്പം കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിരുന്നു അല്ലേ, അതായത് ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുകയാണെങ്കിൽ 5WL⁴/384EI ആണ്. ഇപ്പം അതുപോലെ തന്നെ പോയിന്റ് ലോഡ് സിംപ്ലി സപ്പോർട്ട് ബീമിൽ എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ ആക്ട് ചെയ്യുകയാണെങ്കിൽ WL3/48EI ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ആ ഇക്വേഷൻ പ്രകാരം തന്നെ നമുക്ക് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈൻ്റെ സ്ഥാനത്ത് EC എന്ന് പറഞ്ഞാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്, അതായത് ആക്ച്വൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന യങ്സ് മോഡുലസ് ആണ് EC എന്ന് പറയുന്നത്, കോൺക്രീറ്റിൽ വരുന്നത്. ആൻഡ് ആൻ എഫക്റ്റീവ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ അവിടെ 5WL⁴/384 ഈൻ്റെ കേസ് EC ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഈ I എന്ന് പറയുന്ന കേസിൽ I എഫക്റ്റീവ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. I എഫക്റ്റീവ് ഗിവൺ ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ I എഫക്റ്റീവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് താഴത്തെ ഇക്വേഷനിൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഇക്വേഷൻ ഇപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീമിൽ ഫുൾ സ്പാനിൽ UDL വരുന്ന കേസാണെങ്കിൽ 5WL⁴/384EI എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ ലോഡ് എന്ന് പറയുന്നത് വർക്കിംഗ് ലോഡാണ്, L എന്ന് പറയുന്ന സ്പാനാണ്, /384. എന്ന് പറയുന്നത് EC ആണ്. അതായത് ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ്. ആക്ച്വൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് EC എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ആയിട്ടുള്ളത്, ക്രീപ്പിൻ്റെയും അതുപോലെ ശ്രിങ്കേജിൻ്റെ എഫക്ട്സ് ഒന്നും കൺസിഡർ ചെയ്യാതെയുള്ള. അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന I എഫക്റ്റീവ് ആണ്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് കൊടുക്കേണ്ട I എഫക്റ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. I effective is equal to IR divided by 1.2 minus MR by M into Z by D into 1 minus X by D into BW by B. But IR should be less than or equal to I effective and I effective should be less than or equal to IGR എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള ഓരോ ടേംസ് എന്തൊക്കെയാണെന്നും അത് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും നമുക്ക് നോക്കാം.
ഈ ഇക്വേഷനിൽ ഐ എഫക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഓരോരോ ടേമായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഐ ആർ എന്ന് പറയുന്ന ടേമാണ്. വേർ ഐ ആർ ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ക്രാക്ഡ് സെക്ഷൻ. ഓക്കെ, ക്രാക്ഡ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ക്രാക്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കോൺക്രീറ്റ് ബീം എടുത്തു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് ബീമിൻ്റെ ന്യൂട്രൽ ആക്സിസിന് മേലോട്ട് അത് റെസിസ്റ്റ് ചെയ്യുന്നത് കംപ്രസീവ് ഫോഴ്സാണ്. എന്നാൽ താഴോട്ടേക്ക് അത് റെസിസ്റ്റ് ചെയ്യുന്നത് ടെൻസൈൽ ഫോഴ്സാണ് അല്ലേ. എന്നാൽ താഴോട്ടേക്ക് കോൺക്രീറ്റിന് ടെൻസൈൽ ഫോഴ്സാണ് ന്യൂട്രൽ ആക്സിസിന് താഴോട്ട് വരുന്നത്. അപ്പോൾ ന്യൂട്രൽ ആക്സിസിന് താഴോട്ട് വരുന്ന ആ ഒരു ടെൻസൈൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ കോൺക്രീറ്റിന് പറ്റില്ല. ഓക്കെ, അപ്പം കോൺക്രീറ്റിന് പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ താഴെ എന്ത് ചെയ്യും? റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും അവിടെ ന്യൂട്രൽ ആക്സിസിന് താഴോട്ടുള്ള കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ശരിക്കും അത് ടെൻസൈൽ ഫോഴ്സ് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മൾ പറയുന്നുണ്ട് കോൺക്രീറ്റ് ഫുള്ളി കംപ്രസീവ് ഫോഴ്സ് മാത്രമേ റെസിസ്റ്റ് ചെയ്യുള്ളൂ, ടെൻസൈൽ റെസിസ്റ്റൻസ് കോൺക്രീറ്റിൻ്റെ 0 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴോട്ടുള്ള പോർഷനിൽ നമുക്ക് കോൺക്രീറ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ശരിക്കും അവിടെ ലോഡ് വരുന്ന സമയത്ത് ആ താഴോട്ടുള്ള പോർഷനിലെ കോൺക്രീറ്റ് ക്രാക്ക്ഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, ന്യൂട്രൽ ആക്സിസിന് താഴോട്ടുള്ള. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ആക്സിസിന് താഴോട്ടുള്ള കോൺക്രീറ്റ് കൺസിഡർ ചെയ്യാതെ ഉള്ള സെക്ഷനാണ് ക്രാക്ക്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടല്ലോ, ടെൻഷൻ റെസിസ്റ്റ് ചെയ്യുന്ന ആ റീഇൻഫോഴ്സ്മെൻറ്റിനെ കോൺക്രീറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആക്കി നമ്മൾ മാറ്റും. ഓക്കെ, അതെങ്ങനെയാണ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എന്ന് പറയുന്ന ഒരു മോഡുലാർ റേഷ്യോ ആണ്. അപ്പോൾ മോഡുലാർ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ സ്റ്റീലിൻ്റെ ഏരിയനെയും ഈക്വലൻ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഏരിയ ആക്കി നമ്മൾ മാറ്റിയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴോട്ടുള്ള കോൺക്രീറ്റിൻ്റെ പോർഷൻ ഒന്നും കൺസിഡർ ചെയ്യാതെയുള്ള സെക്ഷനാണ് ക്രാക്ക്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ ആർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇക്വേഷൻസ് താഴോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഐ ആർ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ക്രാക്ക്ഡ് സെക്ഷനാണ്. എം ആർ എന്ന് പറയുന്നത് ക്രാക്കിംഗ് മൊമെൻറ്റ്. ഓക്കെ, ക്രാക്കിംഗ് മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈക്വൽ ടു എഫ് സി ആർ ഐ ജി ആർ ഡിവൈഡ് ബൈ വൈ ടി. ഓക്കെ, അതായത് ക്രാക്ക്ഡ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് എം ആർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്രാക്കിംഗ് മൊമെൻറ്റ് ഈക്വൽ ടു എഫ് സി ആർ ഐ ജി ആർ ഡിവൈഡ് ബൈ വൈ ടി. ഓക്കെ, എഫ് സി ആർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും ഐ ജി ആർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് താഴോട്ട് നോക്കാം. വേർ എഫ് സി ആർ ഈസ് ദ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ്. എഫ് സി ആർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 0.7 √FCK എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, പേജ് നമ്പർ 16 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എഫ് സി ആറിനെ കുറിച്ച്. IS 456 എഫ് സി ആർ ഈസ് ഈക്വൽ ടു 0.7 √FCK എന്നുള്ളതാണ്. ഓക്കെ, എഫ് സി ആർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 0.7 √FCK. ഓക്കെ, പേജ് നമ്പർ 16 പറയുന്നതാണ് IS 456 2000. അപ്പം √7 FCK. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ FCK വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് അറിയായിരിക്കും. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FCRൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, FCR ഈസ് ദ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ്. ഇനി IGR എന്ന് പറയുന്നിട്ട്, IGR ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഗ്രോസ് സെക്ഷൻ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് നെഗ്ലക്റ്റിംഗ് ദ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ IGR എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബീമിൻ്റെ സെക്ഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ആ ബീം സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസിന് മേലോട്ട് കോൺക്രീറ്റും താഴോട്ട് കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ക്രാക്ക്ഡ് സെക്ഷനിൽ കോൺക്രീറ്റ് കൺസിഡർ ചെയ്യുന്നില്ല, ആ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ IGR എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പോർഷൻ ഇല്ലാതെ, ഓക്കെ, ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാതെ ഫുൾ ആ ഗ്രോസ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ്. ഓക്കെ, IGR എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഫുൾ സെക്ഷൻ, ഓക്കെ, അതായത് BD3/12 ആണ് നോർമലി ഒരു റെക്ടാങ്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, അപ്പം IGR എന്ന് പറയുന്നത് BD3/12 ആയിരിക്കും. ഓക്കെ, IGR ഈസ് എ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഗ്രോസ് സെക്ഷൻ, ഗ്രോസ് ആയിട്ടുള്ള ആ സെക്ഷൻ. ഓക്കെ, അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് നെഗ്ലക്റ്റിംഗ് ദ റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് കൺസിഡർ ചെയ്യാതെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ചെറിയ പോർഷനാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാതെ ഫുൾ ആ ഒരു സെക്ഷൻ തന്നെ എടുക്കുന്നതാണ് IGR എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫുൾ ആ കോൺക്രീറ്റ് സെക്ഷൻ തന്നെ ആയിട്ട്, അതായത് കൺസിഡർ ചെയ്തിട്ട് എടുക്കുന്ന മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ് IGR എന്ന് പറയുന്നത്. ഓക്കെ, ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ നമ്മൾ ആ സ്റ്റീലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാതെ അത് ഇഗ്നോർ ചെയ്തിട്ട് ഫുൾ അത് കോൺക്രീറ്റ് സെക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഗ്രോസ് ഏരിയയാണ് IGR എന്ന് പറയുന്നത്. ആൻഡ് YT is the distance from centroidal axis of gross section
നെഗ്ലക്റ്റിംഗ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദ എക്സ്ട്രീം ഫൈബർ ഇൻ ടെൻഷൻ. അപ്പോൾ YT എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസ് നിന്ന്, അതായത് ന്യൂട്രൽ ആക്സിസ് നിന്ന് എക്സ്ട്രീം ഫൈബർ ഇൻ ടെൻഷൻ. ഓക്കെ, ടെൻഷൻ്റെ എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ടെൻഷൻ സോണിൻ്റെ ഏറ്റവും അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് YT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കേസൊക്കെ പഠിച്ചപ്പം Y എന്ന് പറയുന്ന കേസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. Y എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണോ കാണുന്നത് അതാണ് Y. അതായത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, ഓക്കെ, ആ ഡിസ്റ്റൻസ് ആണ് Y എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്ട്രീം ഫൈബർ ഇൻ ടെൻഷൻ, അതായത് ന്യൂട്രൽ ആക്സിസിന് ടെൻഷൻ സോണിൻ്റെ ഏറ്റവും അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് YT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെൻഷൻ സോണിൻ്റെ ഏറ്റവും അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ കേസിൽ എത്രയായിരിക്കും? ഇപ്പോൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിൽ ഓവറോൾ ഡെപ്ത് ഇപ്പോൾ ക്യാപിറ്റൽ D ആണെങ്കിൽ, ഓക്കെ, ന്യൂട്രൽ ആക്സിസ് വരിക റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ കേസിലാണെങ്കിൽ എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ആക്സിസിന് എക്സ്ട്രീം ടെൻഷൻ ഫൈബർ എന്ന് പറയുമ്പോൾ ലോഡ് മേലെ നിന്ന് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ എക്സ്ട്രീം ടെൻഷൻ ഫൈബർ എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടത്തിലാണ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് സെൻറ്ററിൽ നിന്ന് ഏറ്റവും ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അതായത് YT എന്ന് പറയുന്നത് ഇവിടെ D/2 ആണ് വരിക. ഓക്കെ, അതായത് ഓവറോൾ ഡെപ്ത് ഡിവൈഡ് ബൈ 2 ആണ് YT വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ടേംസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. MR വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, I എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ IR എന്ന് പറയുന്ന ടേം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഇനി രണ്ടാമത് വരുന്ന ടേം MR എന്നുള്ള ടേമാണ്. MR എന്നുള്ള ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് FCR IGR ബൈ YT എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ FCR എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, 0.7√FCK എന്നുള്ളതാണ്. IGR എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അതായത് BDQ/12 ആണ്. ഡിവൈഡ് ബൈ YT എന്ന് പറയുന്നത് D/2 ആണ്. അപ്പോൾ MR കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ടേം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. M = മാക്സിമം മൊമെൻറ്റ് അണ്ടർ സർവീസ് ലോഡ്സ്. അപ്പോൾ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് വർക്കിംഗ് ലോഡ്സിൽ വരുന്ന മാക്സിമം മൊമെൻ്റ് ആണ്. ഓക്കെ, വർക്കിംഗ് ലോഡ്സ് ഇപ്പം നമുക്ക് അതിൽ വരുന്ന ആക്ച്വൽ ലോഡ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ചിലപ്പം ക്വസ്റ്റിൽ ഡയറക്റ്റ് ലോഡ്സ് തന്നിട്ടുണ്ടാവും. ഇൻ കേസ് തന്നില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എടുത്താൽ മതി. ഓക്കെ, ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, പ്ലസ് ലൈവ് ലോഡ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ സർവീസ് ലോഡായി. അപ്പോൾ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ട് ബീം ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ WL²/8 ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ M എന്താണെന്നുള്ള ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സർവീസ് ലോഡ്സിൽ, അതായത് വർക്കിംഗ് ലോഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഓക്കെ, Z എന്ന് പറയുന്നത് ലിവർ ആം ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, Z എന്ന് പറയുന്നത് ലിവർ ആം ആണ്. ലിവർ ആം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ലിവർ ആം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ പോർഷനിൽ സെൻട്രോയിഡ്, അതായത് കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്. കോൺക്രീറ്റ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെൻട്രോയിഡ് പോർഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും കംപ്രസീവ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യാം. അതേപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് താഴെ ബോട്ടം സോണിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിലായിരിക്കും ടെൻസൈൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക അല്ലേ. അപ്പം ഈ കംപ്രസീവ് ഫോഴ്സും ഈ ടെൻസൈൽ ഫോഴ്സും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, ഈ ടെൻസൈൽ ഫോഴ്സ് കംപ്രസീവ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലിവർ ആം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ കംപ്രസീവ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ ടെൻസൈൽ ഫോഴ്സിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസാണ് ലിവർ ആം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ലിവർ ആം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ചെയ്യുന്നത്. അപ്പം വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ലിവർ ആം ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള നമ്മൾക്ക് ഇക്വേഷൻസ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ വരുന്ന സെഷനിലേക്ക് ഞാൻ അതിനെപ്പറ്റി പറയാം. ഇപ്പം Z എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇസഡും ഇനി പറയാനുള്ള ടേം എന്ന് പറയുന്നത് IR ആണ്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഞാൻ ഇനി പറയാനായിട്ടുണ്ട്. MR എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, M കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. ഓക്കെ, ഇനി അതിൽ X എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. X എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ X എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. X എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പഠിച്ചു അല്ലേ. അനെക്സ് Gയിലുണ്ട്. എന്നാൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കാണുന്ന വേറെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മളിനി നോക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സും നമ്മൾ നോക്കണം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്താണ്. ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും കംപ്രഷൻ സോണിന്ന് അല്ലെങ്കിൽ അപ്പർ മോസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം കംപ്രഷൻ സോണിന് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, BW എന്ന് പറയുന്ന ബ്രെഡ്ത്ത് ഓഫ് വെബ് ആണ്. ഓക്കെ, ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് പറയുമ്പോൾ ഇപ്പം T സെക്ഷനിലൊക്കെയാണ് വെബ് വരുന്നത് അല്ലേ.
ടി സെക്ഷനിലൊക്കെയാണ് വെബ് പോർഷൻ വരുന്നത്. ആ വെബ് പോർഷൻ്റെ ബ്രെഡ്ത്താണ് BW എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു നോർമൽ ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ BW എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? നോർമലി ആ ബീമിൻ്റെ ബ്രെഡ്ത്ത് തന്നെയായിരിക്കും. ഓക്കെ. ആൻഡ് B ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഓഫ് കംപ്രഷൻ ഫേസ്. B എന്ന് പറയുന്നത് കംപ്രഷൻ ഫേസിൻ്റെ ബ്രെഡ്ത്താണ്. അതായത് ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് മേലോട്ടുള്ളതായിരിക്കും കംപ്രഷൻ ഫേസ്. അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? B തന്നെയാണ്. ആ നോർമലി ആ റെക്റ്റാങ്കുലർ ബീമിൻ്റെ B തന്നെയാണ് കംപ്രഷൻ ഫേസിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നോർമലി ഉള്ള ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബീമിൻ്റെ കേസിലാണെങ്കിൽ BW എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നോർമലി ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ് തരുന്നതെങ്കിൽ BW/B എന്ന് പറയുന്നത് രണ്ടും സെയിം ആയതുകൊണ്ട് 1 എന്നാണ് കിട്ടുക. ഓക്കെ. ഈ ഇക്വേഷനിൽ BW/B എന്നുള്ളത് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ 1 ആയിപ്പോൾ. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷനിൽ ഈച്ച് ആൻഡ് എവറി ടേം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. IR എന്താണെന്നുള്ളത് മനസ്സിലായി. അതിൻ്റെ ഇക്വേഷൻ നമ്മളിനി നോക്കാനുണ്ട്. MR എന്താണെന്നുള്ള മനസ്സിലായി. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കി. M എന്താണെന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. Z എന്താണെന്നുള്ള മനസ്സിലാക്കി. ലിവർ ആം ഡിസ്റ്റൻസ് ആണ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷൻ നോക്കാനുണ്ട്. D എന്താണെന്നുള്ളത് അറിയാം. എഫക്റ്റീവ് ഡെപ്ത് ആണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഓക്കെ. X എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്താണ്. അപ്പോൾ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമ്മൾ നോക്കാനായിട്ടുണ്ട്. BW/B എന്ന് പറയുന്നത് ഇപ്പോൾ റെക്റ്റാങ്കുലർ ബീമിൻ്റെ കേസിലാണെങ്കിൽ സെയിം തന്നെയാണ് വരിക. അപ്പോൾ അത് 1 ആയിട്ടായിരിക്കും BW/B എന്ന് പറയുന്ന ടേം വരിക. ഓക്കെ. അപ്പോൾ എല്ലാ ടേംസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി IR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ തന്നെ Z എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതും X എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്. ഓക്കെ. ആദ്യം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ IR കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ IR കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അത് ബൈ ഹാർട്ട് ചെയ്യണം. നമുക്ക് കോഡിലില്ലാത്ത ഇക്വേഷനാണ്. അപ്പോൾ IR ഈസ് ഈക്വൽ ടു BX³ / 3 + M × AST × D-X² ഓക്കെ. അതിൽ B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ ബീമാണ്, അതറിയാം. X എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്, നമുക്കറിയില്ല. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് IR കാൽക്കുലേറ്റ് ചെയ്യാൻ. M എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ്. മോഡുലാർ റേഷ്യോ അനക്സ് Bയിൽ B 2.1.2ൽ D എന്ന് പറയുന്ന സെക്ഷനിൽ മോഡുലാർ റേഷ്യോ വരുന്നുണ്ട്. ഓക്കെ. മോഡുലാർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M ഈസ് ഈക്വൽ ടു 280/3 × σ/CBC എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ മോഡുലാർ റേഷ്യോ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്ക് അനക്സ് Bയിൽ അവൈലബിൾ ആണ്. B 2.1.2ൽ D എന്ന് പറയുന്ന സെക്ഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ. AST എന്ന് പറയുന്ന ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീലാണ്. D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്. ഓക്കെ. ടെൻഷൻ സോണിൽ വരുന്ന റീഎൻഫോഴ്സ്മെൻറ്റ് ഏരിയ AST, D എന്ന് പറയുന്ന എഫക്റ്റീവ് ഡെപ്ത് ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ എല്ലാ ടേംസുമായി. ഓക്കെ. അപ്പം M നമുക്ക് അനക്സ് B എന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ. മോഡുലാർ റേഷ്യോ M കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. പേജ് നമ്പർ 80 കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ മുന്നമേ നോക്കിയതുപോലെ അനക്സ് Bയിൽ B 2.1.2ൽ D എന്ന് പറയുന്ന സെക്ഷനിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ അവിടെ M വാല്യൂ എന്ന് പറയുന്നത് 280/3 × σ/CBC ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ σ/CBC എന്ന് പറയുന്നത് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് ഇൻ കോൺക്രീറ്റ് ഇൻ Nm/mm². ഓക്കെ. Nm/mm²ലെ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെങ്ത് ഡ്യൂ ടു ബെൻഡിങ് കാരണമുള്ള പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ആണ് σ/CBC എന്ന് പറയുന്നത്. ടേബിൾ 21 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിൾ 21 നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ടേബിൾ 21 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നിങ്ങൾക്ക് കാണാം. M10, M15, M20, M25, M30 എന്ന് പറഞ്ഞ് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കാണാം. അതിൻ്റെ നേരെ പെർമിസിബിൾ സ്ട്രെസ് ഇൻ കംപ്രഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. അതിൽ ബെൻഡിങ് എന്നും ഡയറക്റ്റ് എന്നും കാണാം. അതിൽ ബെൻഡിങ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് σ/CBC എന്ന് പറയുന്നത് ബെൻഡിങ്ങിന് താഴെ വരുന്നതാണ്. അപ്പോൾ M10 കറസ്പോണ്ടിങ് ആയിട്ടുള്ള σ/CBCൻ്റെ വാല്യൂ 3, 15 കറസ്പോണ്ടിങ് ആയിട്ട് 5, M20 കറസ്പോണ്ടിങ് ആയിട്ട് 7, 25 കറസ്പോണ്ടിങ് ആയിട്ട് 8.5. ഓക്കെ. അപ്പോൾ മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് M ഈസ് ഈക്വൽ ടു 280/3 × σ/CBC ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കവിടെ മോഡുലാർ റേഷ്യോ കിട്ടും. ഓക്കെ. ഈ മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് ക്രീപ്പിൻ്റെ എഫക്റ്റ് ചെറിയ രീതിയിൽ, അതായത് പാർഷ്യലി കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് ES/EC എന്നുള്ളതാണ്. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ / യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ. നോർമലി ക്രീപ്പിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യാതെയുള്ള
മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് ES/EC ആണ്. എന്നാൽ നമ്മളിവിടെ ടോട്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ IS 456 കോഡിൽ പറഞ്ഞിരിക്കുന്ന 280/3 × σ/CBC ആണ് ക്രീപ്പിൻ്റെ എഫക്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് പാർഷ്യലേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തന്നെ എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, IR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമുക്ക് എക്സ് അറിയില്ല. ഓക്കെ, അപ്പം എക്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ടേംസും നമുക്കിപ്പം അറിയാം. ഓക്കെ, അപ്പോൾ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ് എക്സ് അല്ലേ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, bx² = m × AST × d - x. ഓക്കെ, അപ്പോൾ അതിൽ ബി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ബ്രെഡ്ത്താണ്. എക്സ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഓക്കെ ഈക്വൽ ടു എം എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ, അതായത് 280/3 × σ/CBC. ഓക്കെ, അതിൽ σ/CBC എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ടേബിൾ 21-ലുണ്ട് σ/CBC എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡുലാർ റേഷ്യോ എം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിൽ ഡി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്താണ്, എക്സ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുള്ള ടേം എക്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് IR = എന്നുള്ള ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ക്രാക്ഡ് സെക്ഷനും കിട്ടും. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ക്രാക്ഡ് സെക്ഷൻ നമുക്ക് കിട്ടും, IR എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ആ ഇക്വേഷനിൽ നമുക്കിപ്പം I എഫക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ IR എന്ന് പറയുന്ന ടേമുമായി അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ടേമുമായി. ഓക്കെ, ഇനി അൺനോൺ ആയിട്ട് കിടക്കുന്നത് Z എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ അതും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് എം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ടേബിൾ വെച്ചിട്ടൊന്ന് നോക്കാം എം എന്താ വരിക എന്നുള്ളത്. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസും കൂടി നോക്കിയിട്ട് ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, മൂന്നാമത്തത് ക്രാക്കിംഗ് മൊമെൻറ്റ് എം ആർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ നോക്കിയിരുന്നു, FCR IGR/YT. ഓക്കെ, FCR എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്ലോസ് 6.2.2 IS 456/2000 പേജ് നമ്പർ 16 FCRൻ്റെ വാല്യൂ FCR = 0.7√FCK എന്നുള്ളത് വരുന്നുണ്ട്. IGR എന്ന് പറയുന്നത് IGR ഗ്രോസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ BDQ/12 ആണ് റെക്റ്റാങ്കുലർ സെക്ഷന്. D എന്ന് പറയുന്ന ഓവറോൾ ഡെപ്ത് ഓഫ് ദ സെക്ഷനാണ്. YT എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സ്ട്രീം ടെൻഷൻ ഫൈബറിലേക്കുള്ള ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. YT എന്ന് പറയുന്നത് D/2 ആയിരിക്കും റെക്റ്റാങ്കുലറിൻ്റെ കേസ്. ഓക്കെ, ഇനി അടുത്ത ലിവറാമാണ് നമുക്ക് അൺനോൺ ആയിട്ടുണ്ടായിരുന്നത്. ലിവറാം Z = D - x/3. ഇതിൽ D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്താണ്, എക്സ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്താണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ Z = D - x/3 കൊടുത്തു കഴിഞ്ഞാൽ ലിവറാമിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ടേമുമായി I എഫക്റ്റീവ് = IR നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായി ഡിവൈഡഡ് ബൈ 1.2 മൈനസ് MR ആയി, M ആയി, Z ആയി, D ആയി, X ആയി. ഓക്കെ, BW/B എന്നുള്ളത് റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ 1 ആണ്. അപ്പോൾ ആ ടേമുമായി എല്ലാ ടേംസുമായി. അപ്പോൾ നമുക്കിനി I എഫക്റ്റീവ് കണ്ടുപിടിക്കാനായി. ഓക്കെ, ഫോർ കണ്ടിന്യൂസ് ബീംസ് ഡിഫ്ലക്ഷൻ ഷാൽ ബി കാൽക്കുലേറ്റഡ് യൂസിങ് the values of IR, IGR and MR modified by the following equation. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ബീംസ് വരുന്ന കേസിലാണെങ്കിൽ നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ IR, IGR, MR എന്ന് പറയുന്ന വാല്യൂസ് മോഡിഫൈ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് മോഡിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. XC = K1 × x1 + x2/2 + 1 - K1 × x0 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് മോഡിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ XC എന്ന് പറയുന്ന മോഡിഫൈഡ് വാല്യൂ ഓഫ് X. ഓക്കെ, ഇപ്പോൾ ഏതാണോ മോഡിഫൈ ചെയ്യേണ്ടത് ആ മോഡിഫൈഡ് വാല്യൂ ആണ് XC എന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് XC എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് XC എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. X1 X2 എന്ന് പറയുന്നത് വാല്യൂ ഓഫ് X അറ്റ് സപ്പോർട്ട്സ്, അതായത് ഇപ്പോൾ IR, IGR, MR ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ആണല്ലോ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ X1 X2 എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട്സിൽ വരുന്ന വാല്യൂസാണ്. ഓക്കെ, ഇപ്പോൾ മൊമെൻ്റൊക്കെ ആണെങ്കിൽ ഇപ്പം സപ്പോർട്ടിലേക്ക് വരുമ്പോൾ മാറും അല്ലേ, പോസിറ്റീവ് മൊമെൻറ്റ്, നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ ഉണ്ടാവും. മൊമെൻ്റൊക്കെ ചേഞ്ച് ചെയ്യും സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂസൊക്കെ ഓരോ സപ്പോർട്ടിലും ഡിഫറെൻ്റ് ആവാം. ഓക്കെ, അപ്പം X1 X2
ഓക്കെ, ആ വാല്യൂസ് സപ്പോർട്ട്സിൽ വരുന്ന വാല്യൂസാണ് x1 x2 ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ നമ്മൾ ഓരോ സപ്പോർട്ട്സിലും വരുന്ന ഇപ്പോൾ IRന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ സപ്പോർട്ട്സിൽ വരുന്ന IRൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ x1 x2ൻ്റെ സ്ഥാനത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട്സിൽ വരുന്ന. അതുപോലെ തന്നെ ഇപ്പം IGR ആണെങ്കിൽ സപ്പോർട്ട്സിൽ വരുന്ന വാല്യൂസ് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ IGR ഒക്കെ സെയിം തന്നെയായിരിക്കും വരിക. ഓക്കെ, മൊമെൻറ്റിൻ്റെ കേസൊക്കെ ആണെങ്കിൽ മൊമെൻറ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ ഡിഫറൻസ് വരാം. ഓക്കെ, അവിടെ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിനൊക്കെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം MR വാല്യൂ ആണെങ്കിൽ സപ്പോർട്ടിൽ വരുന്ന MR വാല്യൂ. ഓക്കെ, അതാണ് x1 x2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. x0 എന്ന് പറയുന്നത് വാല്യൂ ഓഫ് x അറ്റ് മിഡ് സ്പാൻ. ഓക്കെ, മിഡ് സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IRൻ്റെയും IGRൻ്റെയും MRൻ്റെ വാല്യൂ ആണ് x0 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ കണ്ടിന്യൂസിൻ്റെ കേസ് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് ഞാൻ ആ കോഡിലുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് അത് പ്രാക്ടിക്കലി ഇപ്പോൾ ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ആവുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, K1 എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റ് ഗിവൺ ഇൻ ടേബിൾ 25. അപ്പോൾ K1 എന്ന് പറയുന്നത് ടേബിൾ 25ന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നതാണ് K1 വാല്യൂ ഈ ഇക്വേഷനിലുള്ള. ഇനി x എന്ന് പറയുന്ന ടേം, ഓക്കെ, x എന്ന് പറയുന്ന ടേം വാല്യൂ ഓഫ് IR IGR ഓർ MR ആസ് അപ്രോപ്രിയേറ്റ്. x എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏത് വാല്യൂ ആണോ മോഡിഫൈ ചെയ്യുന്നത്, ഓക്കെ, അതാണ് x എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് IR IGR ഓർ MR എന്ന് പറയുന്നതാണ് x എന്ന് പറയുന്ന ടേം. ഓക്കെ, ടേബിൾ 25 ആണിത്. അപ്പോൾ ടേബിൾ 25 എന്ന് K1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടിന്യൂസ് വരുന്ന കേസിൽ K1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആ ഇക്വേഷനിൽ വരുന്നുണ്ട് മോഡിഫൈ ചെയ്യുന്നതിൽ. അപ്പോൾ ആ K1ൻ്റെ വാല്യൂ എങ്ങനെ എടുക്കുക എന്നുള്ളത് ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം K2. ഓക്കെ, K2 0.5 ഓർ ലെസ് 0.6 0.7 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. K1ൻ്റെ വാല്യൂ അതിന് താഴെയായിട്ടാണ്, K2ൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് K1 വരുന്നത്. അപ്പോൾ K2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. K2 = M1 + M2 / MF1 + MF2. അപ്പോൾ M1 എന്ന് പറയുന്നത് സപ്പോർട്ട് മൊമെൻറ്റ്സ് ആണ്. ഓക്കെ, M1 M2 എന്ന് പറയുന്ന സപ്പോർട്ട് മൊമെൻറ്റ്സ് ആണ്. ഓക്കെ, അതായത് ഫൈനൽ എൻഡ് മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പം സ്ലോപ്പ് റിഫ്ലക്ഷൻ മെത്തേഡാണെങ്കിലും മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലാണെങ്കിലും ചെയ്തിട്ട് ഫൈനലി കിട്ടുന്ന സപ്പോർട്ടിൽ വരുന്ന മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അതാണ് M1 M2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കറസ്പോണ്ടിങ് സ്പാനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സപ്പോർട്ട്സിൽ വരുന്ന മൊമെൻറ്റ്സ് ആണ് M1 M2. ഓക്കെ, ഇനി MF1 MF2 എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ആണ്. ആ കറസ്പോണ്ടിങ് സപ്പോർട്ടിൽ വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ആണ് MF1 MF2 എന്ന് പറയുന്നത്. ഇപ്പോൾ AB എന്ന് പറയുന്നൊരു സ്പാൻ ആണെങ്കിൽ MFAB MFBA എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്. ഓക്കെ, അപ്പം M1 M2 അവിടെ വരുന്ന ഫൈനൽ മൊമെൻറ്റ്സും MF1 MF2 എന്ന് പറയുന്നത് അവിടെ വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സും ആണ്. ഓക്കെ, അപ്പം K2 = M1 + M2 / MF1 + MF2 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് K2ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂസ് വെച്ചിട്ട് എത്രയാണ് K1 വാല്യൂ വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ ടേബിളിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഇപ്പം K2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.8 ആണെങ്കിൽ K1ൻ്റെ വാല്യൂ 0.16 ആണ്. ഓക്കെ, ഇൻ കേസ് 0.8ൻ്റെയും 0.9ൻ്റെയും ഇടയ്ക്കാണ് K2ൻ്റെ വാല്യൂ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇൻ്റർപോളേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻ്റർപോളേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇൻ്റർപോളേഷൻ ചെയ്തിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ലോങ് ടേം ഡിഫ്ലക്ഷനിലേക്ക് കയറാം. ലോങ് ടേം ഡിഫ്ലക്ഷനിൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജും ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അനക്സ് സിയിൽ C3 ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജിനെ കുറിച്ച് പറയുന്നത്. അതിൽ C3.1 ദ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് ACS മേ ബി കമ്പ്യൂട്ടർ ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ ശ്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷൻ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ACS എന്ന് പറയുന്നത് K3 × psi/CS L² എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൽ ഓരോ ടേം എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. K3 ഈസ് എ കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സപ്പോർട്ട് കണ്ടീഷൻ. അപ്പോൾ സപ്പോർട്ട് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് K3 എന്ന് പറയുന്നത്. K3 വാല്യൂ കാൻഡിലിവർ സ്ട്രക്ചർ ആണെങ്കിൽ, കാൻഡിലിവർ ബീം ആണെങ്കിൽ 0.5 ആണ് K3ൻ്റെ വാല്യൂ വരിക. സിംപ്ലി സപ്പോർട്ടിനാണെങ്കിൽ 0.125, കണ്ടിന്യൂസ് മെമ്പേഴ്സ് ആണെങ്കിൽ 0.086. ഓക്കെ, അതായത് 4 മെമ്പേഴ്സ് കണ്ടിന്യൂസ് അറ്റ് വൺ എൻഡ്, ഒരു എൻഡിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 0.086 ആണ് K3 വാല്യൂ. അതുപോലെ തന്നെ ഫുള്ളി കണ്ടിന്യൂസ്, രണ്ട് സൈഡിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കേസ് വരുന്നതാണെങ്കിൽ 0.063 ആണ്. ഓക്കെ,
അപ്പോൾ K3ൻ്റെ വാല്യൂ നമുക്ക് അറിയാം. കാൻഡിലീവർ ആണെങ്കിൽ കാൻഡിലീവർ ബീം, ഇപ്പം ബീംസിൻ്റെ കേസ് ആണെങ്കിൽ കാൻഡിലീവർ ബീം ആണെങ്കിൽ 0.5, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ 0.125, ഇപ്പം കണ്ടിന്യൂസ് ഒരു എൻഡിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 0.086, രണ്ട് എൻഡിലും കണ്ടിന്യൂസ്, അതായത് ഫുള്ളി കണ്ടിന്യൂസ് ആണെങ്കിൽ 0.063 എന്നുള്ളതാണ് K3ൻ്റെ വാല്യൂ. ഓക്കെ, ഇനി SICS എന്ന് പറയുന്നത് shrinkage curvature ഈക്വൽ ടു K4 ഇൻറ്റു എപ്സിലോൺ CS/D. SICS എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം. അതിൽ K4 ഇൻറ്റു K4 ഇൻറ്റു എപ്സിലോൺ CS ഡിവൈഡ് ബൈ D എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ എപ്സിലോൺ CS എന്ന് പറയുന്നത് ഈസ് ദ അൾട്ടിമേറ്റ് shrinkage strain ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അൾട്ടിമേറ്റ് shrinkage strain ഓഫ് കോൺക്രീറ്റ് ആണ്. അൾട്ടിമേറ്റ് shrinkage strain ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 0.003 ആണ്. ഓക്കെ, 0.0003. ഓക്കെ, അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 60 പേജ് നമ്പർ 60 6.2.4.1. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. പേജ് നമ്പർ 60 ക്ലോസ് 6.2.4.1 പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കോഡ് എടുത്ത് നോക്കണം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടെസ്റ്റ് ഡാറ്റ ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ ടോട്ടൽ shrinkage strain ഫോർ ഡിസൈൻ മേ ബി ടേക്കൺ ആസ് 0.0003. ഓക്കെ, 3 ഉണ്ട്, 0 പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 ഉണ്ട്, 0.0003 ആണ്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ CS-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0003. ഓക്കെ, ഇനി K4ൻ്റെ വാല്യൂ വേണം. ഓക്കെ, K4 എന്ന് പറയുന്നത് K4 ഈസ് ഈക്വൽ ടു 0.72 ഇൻറ്റു PT മൈനസ് PC ഡിവൈഡ് ബൈ റൂട്ട് PT ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, 4.25 ലെസ് ദാൻ ഓർ ഈക്വൽ ടു PT മൈനസ് PC ലെസ് ദാൻ 1. അതുപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.65. K4ന് രണ്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. K4 ഈസ് ഈക്വൽ ടു 0.65 ഇൻറ്റു PT മൈനസ് PC ഡിവൈഡ് ബൈ റൂട്ട് PT ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ PT മൈനസ് PC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ രണ്ട് കേസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നെക്സ്റ്റ് പേജിലേക്ക് വരുന്ന സമയത്ത് where PT is equal to 100 AST by BD and PC is equal to 100 ASC by BD. അപ്പോൾ PT എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ടെൻസൈൽ സ്റ്റീലാണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഫസ്റ്റ് മോഡ്യൂൾ തൊട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡ് മോഡ്യൂൾ, തേർഡ് മോഡ്യൂളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് PT 100 AST by BD എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, PC എന്ന് പറയുന്ന കംപ്രഷൻ സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് ആണ്. 100 ASC by BD, അതായത് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ ഇൻറ്റു 100 by BD. ഓക്കെ, അപ്പോൾ PT എന്താണെന്നുള്ളതും PC എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് D ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ. ക്യാപിറ്റൽ D എന്ന് പറയുന്ന ഓവറോൾ ഡെപ്ത് ആണ്. ആൻഡ് L ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്പാൻ. L എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ സ്പാൻ ആണ്. അപ്പോൾ എല്ലാ ടേമും നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയി. PT എന്താണെന്നും PC എന്താണെന്നൊക്കെ ക്ലിയർ ആയി. ഇനി നമ്മൾ മുന്നേ നോക്കിയ ഇക്വേഷനിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് കാണാം. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 0.25 ലെസ് ദാൻ ഓർ ഈക്വൽ ടു PT മൈനസ് PC ലെസ് ദാൻ 1. അതായത് PT മൈനസ് PC എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, PT മൈനസ് PC വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം PT എന്താണെന്നുള്ള അറിയാം, PC എന്താണെന്നുള്ള അറിയാം. PT എന്ന് പറയുന്നത് 100 AST by BD ആണ്. PC എന്ന് പറയുന്നത് 100 ASC by BD ആണ്. അപ്പോൾ ആ രണ്ട് വാല്യൂസും കണ്ടുപിടിച്ചിട്ട് PT മൈനസ് PC ചെയ്ത് കഴിഞ്ഞാൽ ആ PT മൈനസ് PC എന്ന് പറയുന്ന വാല്യൂ 0.25-നേക്കാളും ഗ്രേറ്ററും 1-നേക്കാളും കുറവുമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് PT മൈനസ് PC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന കേസിലാണ്. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, അതായത് 0.72 ഇൻറ്റു PT മൈനസ് PC ഡിവൈഡ് ബൈ റൂട്ട് PT എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 0.25-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് PT മൈനസ് PC വാല്യൂ വരുന്നതെങ്കിൽ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് PT മൈനസ് PC വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ അതിലധികമോ വാല്യൂ വരുമ്പോൾ PT മൈനസ് PCൻ്റെ വാല്യൂ വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനാണ് K4 കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതായത് 0.65 ഇൻറ്റു PT മൈനസ് PC ഡിവൈഡ് ബൈ റൂട്ട് PT. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. 1-നേക്കാളും കുറവായിരിക്കണം, കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം ആ വാല്യൂ വരേണ്ടത്. ഓക്കെ, K4ൻ്റെ വാല്യൂ. അതേപോലെ മുന്നത്തെ ഇക്വേഷനിലും K4ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ K4ൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. PT PC കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം PT മൈനസ് PC ചെയ്യുക. ആ PT മൈനസ് PC എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ 0.65 ഇൻറ്റു PT മൈനസ് PC ബൈ റൂട്ട് PT എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് K4 കണ്ടുപിടിക്കുക. K4ൻ്റെ വാല്യൂ 1-നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ PT മൈനസ് PC എന്ന് പറയുന്ന വാല്യൂ 0.25-നേക്കാളും കൂടുതലും 1-നേക്കാളും കുറവാണെങ്കിൽ K4 ഈസ് ഈക്വൽ ടു 0.72 ഇൻറ്റു PT മൈനസ് PC ഡിവൈഡ് ബൈ റൂട്ട് PT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും K4ൻ്റെ വാല്യൂ
1 കൂടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് psi/cs കണ്ടുപിടിക്കാനായിട്ടുള്ള എല്ലാ ടേംസുമായി. എപ്സിലോൺ CS എന്ന് പറയുന്നത് 0.0003. ഓക്കെ, D എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ആണ്. ഓക്കെ, ആ ബീമാണെങ്കിൽ ആ ബീമിൻ്റെ ഓവറോൾ ഡെപ്ത് ആണ് D എന്ന് പറയുന്നത്. K4 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാനിപ്പം പറഞ്ഞു. അപ്പോൾ psi/cs വാല്യൂ നമുക്കിപ്പോൾ കിട്ടും. ഇനി നമ്മൾ ആ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന ശ്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ACS = K3 വാല്യൂ അറിയാം, psi/cs വാല്യൂ അറിയാം. L എന്ന് പറയുന്നത് സ്പാൻ ആണ്. ഓക്കെ, L എന്ന് പറയുന്ന സ്പാൻ ആണ്, സ്പാനിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിലെല്ലാ ടേംസും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് നമുക്ക് ഈ ഒരു സെക്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. എല്ലാ ഇക്വേഷൻസും കോഡിലുണ്ട്, എല്ലാ വാല്യൂസും കോഡിലുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സെഷൻ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് ആണ്. അപ്പോൾ ലോങ് ടേം ഡിഫ്ലക്ഷനിൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ശ്രിങ്കേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി. നെക്സ്റ്റ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ്. ഓക്കെ, ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ C4.1 ദ ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനൻറ്റ് ലോഡ്സ് മേ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ACC പെർമനൻറ്റ്, അതാണ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ്, ഈക്വൽ ടു AICC പെർമനൻറ്റ് മൈനസ് AI പെർമനൻറ്റ്. ഓക്കെ, അപ്പം ഇത് ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. AI പെർമനൻറ്റ് നിങ്ങൾക്കറിയാം അല്ലേ, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആണ്. ഇനി AICC പെർമനൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ AICC പെർമനൻറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനൻറ്റ് ലോഡ്സ് ഒബ്റ്റെയിൻഡ് യൂസിങ് ആൻ ഇലാസ്റ്റിക് അനാലിസിസ് വിത്ത് ആൻ എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പോൾ AICC എന്ന് പറയുന്നത് ഇനീഷ്യൽ, അതായത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ഓക്കെ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ചേർത്തിട്ടുള്ളതാണ്. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ചേർത്തിട്ടുള്ള വാല്യൂ ആണ് AICC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യൂസിങ് ആൻ ഇലാസ്റ്റിക് അനാലിസിസ് വിത്ത് ആൻ എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അവിടെ എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ECE എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷനാണ് AICC എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ. അപ്പം അവിടെ ECE എന്ന് പറയുന്നത്, അതായത് എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് EC/1 + θ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. ക്രീപ്പ് കോഎഫിഷ്യൻ്റ് നമുക്ക് ക്വസ്റ്റിൽ തരും. ഓക്കെ, ഇൻ കേസ് തന്നില്ല എന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 60 വന്നു കഴിഞ്ഞാൽ അവിടെ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ഉണ്ട്. പേജ് നമ്പർ 60 ക്ലോസ് 6.2.5.1 ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു ടേബിൾ പോലെ കാണാം. ഏജറ്റ് ലോഡിംഗ് ക്രീപ്പ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഏജറ്റ് ലോഡിംഗ് 7 ഡേയ്സിലാണ് ലോഡിംഗ് കൊടുത്ത് തുടങ്ങിയതെങ്കിൽ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് 2.2 ആണ്. അതുപോലെ 28 ഡേയ്സിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 1.6 ആണ്. 1 ഇയർ ആണെങ്കിൽ 1.1 ആണ്. ഓക്കെ, അപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് നമുക്ക് അഥവാ ക്വസ്റ്റിൽ തന്നില്ല, അല്ലെങ്കിൽ ചിലപ്പം ക്വസ്റ്റിൽ ഏജറ്റ് ലോഡിങ് തന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിലും നമുക്ക് പേജ് നമ്പർ 60 ക്രീപ്പ് കോഎഫിഷ്യൻ്റ് എടുക്കാം. ഓക്കെ, അഥവാ ഇതൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 28 ഡേയ്സിലുള്ള ക്രീപ്പ് കോഎഫിഷ്യൻ്റ് അസ്യൂം ചെയ്തെടുക്കാം. അതായത് 1.6 എന്ന് പറയുന്ന വാല്യൂ തീറ്റയായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ECE = EC/1 + θ. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പം AICC എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ആണ് ഡ്യൂ ടു പെർമനൻറ്റ് ലോഡ്സ് ഒബ്റ്റെയിൻഡ് യൂസിങ് ആൻ ഇലാസ്റ്റിക് അനാലിസിസ് വിത്ത് ആൻ എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പോൾ ഇലാസ്റ്റിക് അനാലിസിസിലുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ, ക്രീപ്പ് ഡിഫ്ലക്ഷനും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് അനാലിസിസിൽ ഇപ്പം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 5WL⁴ / 384 EI ആണ്. ഓക്കെ, ഷോർട്ട് ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിച്ച സമയത്ത് അവിടെ ഇൻ്റെ സ്ഥാനത്ത് EC എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 5000√FCK എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മുന്നേ നോക്കിയതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രീപ്പും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. AICC എന്ന് പറയുന്നതും 5WL⁴ / 384 EI തന്നെയാണ്. നമ്മൾ മുന്നേ ഇതിൽ ഷോർട്ട് ടേമിൽ I എന്ന് പറയുന്ന I എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും സെയിം ഇക്വേഷൻ തന്നെയാണ്. 5WL⁴ / 384 EI തന്നെയാണ്. അപ്പോൾ അതിൽ I എന്ന് പറയുന്ന I എഫക്റ്റീവ് തന്നെയാണ്. എന്നാൽ E എന്ന് പറയുന്നത് ക്രീപ്പ് കൺസിഡർ ചെയ്യുന്ന AICC എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ E എന്ന് പറയുന്നത് ECE ആണ്. ECE. ഓക്കെ, അപ്പോൾ EC വാല്യൂ കണ്ടുപിടിക്കേണ്ടതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, EC/1 + θ. അപ്പോൾ AICC കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഫുൾ സ്പാനിൽ UDL ആണെങ്കിൽ, സിംപ്ലി സപ്പോർട്ട് ബീം ആണെങ്കിൽ 5WL⁴ / 384 ECE × I എഫക്റ്റീവ്.
ഓക്കെ, അപ്പോൾ അതാണ് ഇക്വേഷൻ വരിക. അപ്പോൾ അതിൽ ECE നമുക്ക് കണ്ടുപിടിക്കാം. EC നമുക്ക് 5000√f(c)k ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഡിവൈഡ് ബൈ 1 + തീറ്റ, പേജ് നമ്പർ 60 തീറ്റേൻ്റെ വാല്യൂ ഉണ്ട്, ചെയ്ത് കഴിഞ്ഞാൽ ECE വാല്യൂ കിട്ടും. അപ്പോൾ ECE വാല്യൂ വെച്ചിട്ട് AICC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി AI പെർമനൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആണ്. അതായത് 5W(L)4 ഡിവൈഡ് ബൈ 384 EC ഇൻറ്റു I എഫക്റ്റീവ്. ഓക്കെ, EC ആണ്. ക്രീപ്പിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ ECE ആണ്. ഓക്കെ, അപ്പോൾ AI പെർമനൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനൻറ്റ് ലോഡ് യൂസിങ് EC. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാല്യൂ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇൻ്റെ സ്ഥാനത്ത് EC കൊടുത്തിട്ട്, അതേപോലെ AICC പെർമനൻറ്റ് ഇൻ്റെ സ്ഥാനത്ത് ECE കൊടുത്തിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ACC അതായത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5W(L)4 ഡിവൈഡ് ബൈ 384 ECE ഇൻറ്റു I എഫക്റ്റീവ് മൈനസ് 5W(L)4 ഡിവൈഡ് ബൈ 384 EC ഇൻറ്റു I എഫക്റ്റീവ്. ഓക്കെ, അതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പോൾ ACC നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, എളുപ്പമാണല്ലോ. ഓക്കെ, അപ്പോൾ ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ EC എന്ന് പറയുന്നത് എന്താ? EC ഈസ് ഈക്വൽ ടു 5000√f(c)k, വെയർ EC ഈസ് ദ ഷോർട്ട് ടേം സ്റ്റാറ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഇൻ Nm/mm². ഓക്കെ, EC വാല്യൂ 5000√f(c)k, അത് പേജ് നമ്പർ 60 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടോട്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ലോങ് ടേം ഡിഫ്ലക്ഷൻ. ലോങ് ടേം ഡിഫ്ലക്ഷനിൽ ഷ്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷനും ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷനും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ സം ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസിൽ ആ കേസ് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനൻറ്റ് ലോഡ്സ് AICC എന്ന് പറയുന്നത് AICC പെർമനൻറ്റ് ഈസ് ഈക്വൽ ടു WL(4 ഡിവൈഡ് ബൈ 384 ECE ഇൻറ്റു I എഫക്റ്റീവ് ആണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് UDL ആക്ടിങ് ഇൻ ദ ഫുൾ സ്പാൻ, UDL വരുമ്പോൾ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ EC എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ EC/1 + തീറ്റ എന്നുള്ളതാണ്. EC എന്ന് പറയുന്നത് 5000√f(c)k ആണ്. ഓക്കെ, ക്ലോസ് 6.2.3.1 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു നോട്ടും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇൻ കേസ് ഓഫ് റെക്ടാങ്കുലർ ബീം BW ഈസ് ഈക്വൽ ടു B, ദാറ്റ് ഈസ് ബ്രെഡ്ത്ത് ഓഫ് വെബ് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഓഫ് കംപ്രഷൻ ഫേസ്. ഓക്കെ, അപ്പോൾ റെക്ടാങ്കുലർ ബീമിൻ്റെ കേസിൽ BW ഈക്വൽ ടു B ആണ്. അപ്പം BW/B ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു.